ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്തിനെ നാമനിർദ്ദേശം ചെയ്തു ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ്. പിൻഗാമിയെ ശുപാർശ ചെയ്തുകൊണ്ടുള്ള നിർദ്ദേശം സമർപ്പിക്കാൻ ഗവായിയോട് കേന്ദ്ര നിയമ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനനുസരിച്ചാണ് അദ്ദേഹത്തിന് നടപടിയുണ്ടായത്. നവംബർ 23-നാണ് ഗവായ് വിരമിക്കുക. അതിന് മുമ്പായി പുതിയ ചീഫ് ജസ്റ്റിസിന്റെ ചുമതലയേൽക്കൽ ഉണ്ടായേക്കാം. എം ജി മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, എന്താണ് ഈ നീക്കം? ഒപ്പം ഈ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പ്രൊഫൈൽ അതെങ്ങനെയാണ്? സജിത്ത്, അടുത്ത മാസം 23-നാണ് നിലവിലെ ചീഫ് ജസ്റ്റിസ് വിരമിക്കാനിരിക്കെയാണ് കഴിഞ്ഞ ദിവസം നിയമ മന്ത്രാലയം സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ തന്നെയുള്ള നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമ മന്ത്രാലയം ഇത്തരത്തിലൊരു കത്ത് നൽകുകയും തങ്ങളുടെ പിൻഗാമി ആരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരിച്ച് മറുപടി നൽകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത് അതനുസരിച്ചാണ് ഇന്ന് ജസ്റ്റിസ് ഗവായി ഇത് സംബന്ധിച്ച് തന്റെ പിൻഗാമിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് 53ാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പേരാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് കേന്ദ്രം അംഗീകരിച്ചതിന് ശേഷം ഇത് രാഷ്ട്രപതിക്ക് സമർപ്പിക്കും. അങ്ങനെയാണ് ഒരു മാനദണ്ഡം, അതിന്റെ നടപടിക്രമങ്ങളുള്ളത്. രാഷ്ട്രപതി ഇത് അംഗീകരിച്ചാൽ നവംബർ 24-ന് തന്നെ ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് അധികാരമേൽക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് 1 വർഷവും 7 മാസവും ഇനി കാലാവധി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത 53ാമത്തെ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് നവംബർ 24-ന് ചുമതലയേൽക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും പുതിയ ചീഫ് ജസ്റ്റിസിനെ തൻ്റെ പിൻഗാമിയെ ശുപാർശ ചെയ്തിരിക്കുകയാണ്, നിർദ്ദേശം ചെയ്തിരിക്കുകയാണ് ജസ്റ്റിസ് ബി.ആർ. ഗവായ്. UK-യിൽ ഇന്ത്യക്കാരിക്കു നേരെ ലൈംഗിക അതിക്രമം. വെസ്റ്റ് മിസ്റ്റാൻഡ് ഭാഗത്ത് ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവമുണ്ടായത്. വംശീയ വിരോധം കാരണമുള്ള ആക്രമണമാണ് എന്നാണ് പോലീസിന്റെ നിഗമനം. അക്രമിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവം നടന്ന സ്ഥലത്ത് നിന്നുള്ള അക്രമിയെന്ന് സംശയിക്കുന്ന ആളിന്റെ ദൃശ്യങ്ങൾ പോലീസ് പങ്കുവച്ചു. കറുത്ത വസ്ത്രം ധരിച്ച 30-നടുത്ത് പ്രായം വരുന്നയാളാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 20-കാരിയായ പെൺകുട്ടിയാണ് അക്രമത്തിന് ഇരയായത്. ഇവർ ചികിത്സയിൽ കഴിയുകയാണ്. UK-യിലെ ഓൾഡ്ബറിയിൽ സിഖ് യുവതി ബലാത്സംഗത്തിന് ഇരയായതിന് ആഴ്ചകൾക്ക് ശേഷമാണ് സമാനമായ മറ്റൊരു സംഭവം കൂടി ആവർത്തിച്ചത്. കോലാലംപൂരിലെ ആസിയാൻ ഉച്ചകോടിക്കിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ കണ്ടു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കൂടിക്കാഴ്ച. മാർക്കോ റൂബിയോയെ കാണാൻ സാധിച്ചതിൽ സന്തോഷമെന്ന് എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധങ്ങളും അന്താരാഷ്ട്ര വിഷയങ്ങളും ചർച്ചയായതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്കുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചു. കൊൽക്കത്തയിൽ നിന്ന് ഗാങ്ഷുയിലേക്കായിരുന്നു ആദ്യത്തെ വിമാനം. ഇന്നലെ രാത്രി 10 മണിക്കാണ് ഇത് യാത്ര തിരിച്ചത്. നവംബർ 9 മുതൽ ഡൽഹിയിൽ നിന്നും ഷാങ്ഹായിലേക്ക് വിമാന സർവീസുകൾ തുടങ്ങും. ആഴ്ചയിൽ 3 ദിവസമായിരിക്കും ഈ സർവീസ് ഉണ്ടാവുക. കണ്ണൂർ കൊട്ടിയൂരിൽ ചരക്ക് ലോറി കൊക്കയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. തമിഴ്നാട് സ്വദേശി സെന്തിൽ കുമാറാണ് മരിച്ചത്. പാൽച്ചുരം റോഡിലാണ് അപകടമുണ്ടായത്. ഒരാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 11:30ഓടെയാണ് അപകടം. കോട്ടയത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് യുവതിക്ക് ദാരുണാന്ത്യം. MC റോഡിൽ കുറവിലങ്ങാടിനടുത്താണ് സംഭവമുണ്ടായത്. കണ്ണൂർ പേരാവൂർ സ്വദേശി സന്ധ്യയാണ് മരണപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടമായ ബസ് മറിഞ്ഞു എന്നാണ് നിഗമനം.